20:17. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായതിന്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നുവെന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. ചിലർ ആ ഭാവമൊക്കെ എടുത്ത് വരുന്ന പേപ്പർ ഒട്ടിപ്പിടിച്ചിരിക്കുക, പേപ്പറൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുക. 20:17 അറിയാമോ? മഗ്ദലക്കാരി മറിയത്തെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, നീ എന്നെ തൊടരുത്. അതിലൂടെ ദൈവശാസ്ത്രം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നാന്നറിയോ? തോമാശ്രീയെ കണ്ടപ്പോൾ തൊടാൻ പറഞ്ഞു, ഈ മഗ്ദലക്കാരി മറിയെ കണ്ടപ്പോൾ തൊടരുതെന്ന് പറഞ്ഞു. അതിന്റെ ദൈവശാസ്ത്രം എന്നറിയോ? ഈ മലക്കരയിൽ വളരെ സ്ട്രോങ് ആണ്. സ്ത്രീകളെല്ലാം അശുദ്ധരാണ്, പുരുഷന്മാരെല്ലാവരും വിശുദ്ധന്മാരാണ്. വേദവസം നന്നായിട്ട് വായിക്കി പഠിക്കില്ലാത്തതിന്റെ കുഴപ്പമാണ്. 20:17 ഇംഗ്ലീഷ് ബൈബിളിൽ പോയി വായിക്കണം. എന്നാൽ ഞാൻ ഗ്രീക്ക് ടെക്സ്റ്റ് നോക്കിയിട്ടുണ്ട്. ഗ്രീക്കുകാരുടെ ഒറിജിനല് അതിന് ഡു നോട്ട് ക്ലിങ് ഓൺ ടു മീ എന്നാണ്. എന്റെ അർത്ഥം എന്താണ്? കേൾക്കാൻ മേല എന്നാ പറഞ്ഞു? ഡു നോട്ട് ക്ലിങ് ഓൺ ടു മീ. അമ്മച്ചൊക്കെ വേണം. അമ്മച്ചി എനിക്ക് വലിയ വെല്ലുവിളിയാണ്. അവിടെ അമ്മച്ചി അവൻ അവതാരം പറയാം. അല്ല, ഞാൻ പറയാൻ വന്നു. ആ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിനകത്ത് മിസ്റ്റേക്ക് എന്ന് പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്താണ് മിസ്റ്റേക്ക്? നല്ല മലയാളം ട്രാൻസ്ലേഷനില് POC ബൈബിളില് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, നീ എന്നെ തടഞ്ഞു വെക്കരുത്. കണ്ടോ, ഒരു വാക്യത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് കൊണ്ട് എന്തുമാത്രം കുഴപ്പമുണ്ടാക്കിയിട്ട് നമുക്കറിയാവോ? സ്ത്രീകൾ അച്ഛനാണെന്ന് അവിടെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. അവിടെ എഴുതിയിരിക്കുന്നത് നീ എന്നെ തടഞ്ഞ് വെക്കരുത് എന്നാണ്. ഞാൻ പറയട്ടെ, അത് നിങ്ങൾ ഈ സ്നേഹവായ്പ കാരണം മഗ്ദലക്കാരി മറിയയുടെ പ്രത്യേകത തന്നെയായിരുന്നു. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു? മഗ്ദലക്കാരി മറിയ ആള് ശരിയല്ലായിരുന്നു പറഞ്ഞു. ശരിയാണോ? കണ്ണകാവി മഗ്ദലമറിയ കണ്ണകാവി വള്ളത്തോട് എഴുതിയപ്പോഴത്തിന് അന്നത്തെ കാലത്ത് യാക്കോബായ ഡീക്കനോട് പോയി ചോദിച്ചു, ഈ മറിയത്തെ കുറിച്ച് എന്നാ അഭിപ്രായം? ആള് ശരിയല്ലായിരുന്നു, അവിടെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അതുകൊണ്ട് വള്ളത്തോളം മഗ്ദലമറിയം വള്ളം എഴുതിയപ്പം ഇവിടെ വേശ്യയായിട്ട് വേദപുസ്തകത്തിലില്ല. വേദപുസ്തകത്തിൽ എന്താ പറഞ്ഞതുപോലെ 7 ഭൂതങ്ങൾ ബാധിച്ച സ്ത്രീയായിരുന്നു. 7 ഭൂതങ്ങളും കർത്താവ് സൗഖ്യം കൊടുത്തു. അപ്പൊ അന്ന് മുതൽ അവർ കർത്താവിന്റെ ഫോളോവറാണ്. നേരം പലവരാ എടുക്കുന്നതിന് മുമ്പ് ഇരുട്ടുള്ളപ്പോ അവളുടെ സെമിത്തേരിയിൽ ചെന്നു, കല്ലറയിൽ ചെന്നു, കർത്താവിനെ കാണും. തോട്ടക്കാരന് പറഞ്ഞു, അവന് ഞാൻ കൊണ്ടുപോകണം. ഈ സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് മരിച്ചുയർത്തുന്ന യേശുക്രിസ്തുവാണ്. അതിന്റെ മെസ്സേജ് ആദ്യം കിട്ടിയ ആർക്കാണെന്നറിയോ? മഗ്ദലമറിയത്തിനാണ്. അവളോട് എന്താ കർത്താവ് പറഞ്ഞത്? 20:17 ഒരു കാര്യം പഠിക്കാനുണ്ട്. 20:17 എഴുതിയിരിക്കുന്നത്, ഞാൻ പിതാവിന്റെ അടുക്കൽ കയറി പോകുന്നു എന്ന്. കയറി പോകുമെന്നല്ല കേട്ടോ, കയറി പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. കയറി പോകുന്നുവെന്ന് നീ എന്റെ സഹോദരന്മാരോട് പോയി പറയണം. നിങ്ങളുടെ പിതാവും എന്റെ പിതാവും നിങ്ങളുടെ ദൈവവും എന്റെ ദൈവമായ അടുക്കലേക്ക് ഞാൻ കയറി പോകും, നീ എന്റെ സഹോദരന്മാരോട് പോയി പറയണം എന്ന് പറഞ്ഞാൽ അപ്പോസ്തല സമൂഹത്തോട് പോയി പറയണം. അന്ന് മുതല് സഹോദരന്മാരും സഹോദരിമാരുടെയും കൂട്ടമാണ് സഭയെന്ന് പറയുന്നത്. അതിവിടെയായിരിക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവ് അങ്ങനെയാണ് പ്രസ്താവിച്ചത്. ഇങ്ങനൊരു വാക്ക് വേറൊന്നില്ല. 20:17 തടഞ്ഞു വെക്കരുത്. അപ്പോൾ എങ്ങനെയാ അതൊന്ന് വ്യക്തമാക്കാം. പണ്ട് ഞാൻ കണ്ടൊരു സിനിമയുടെ അരഭാഗത്തിനകത്ത് ഭർത്താവ് ഭാര്യയായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവസാനം തിരിച്ചു വന്നു. ഭാര്യ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഭർത്താവ് പിള്ളേരോട് പറഞ്ഞു വേണ്ടി, ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പെർമനന്റ് ആയിട്ട് പോകുന്ന ഭാവം കാണിക്കുവേ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്നെ അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ മഗ്ദലമറിയം കർത്താവിനെ കണ്ടപ്പോ കയ്യെ പിടിച്ച് തൂങ്ങി. കർത്താവ് പറഞ്ഞു, നീ എന്നെ തടഞ്ഞ് വെക്കരുത്. അതിനാണോ വന്നേ? തടഞ്ഞു വെക്കരുത്, ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി പോകുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഒന്നാമത് എവിടെ പോയി? ആത്മാവിൽ അവൻ പിതാവിന്റെ അടുക്കിലേക്ക് പോയെന്ന് വേദപുസ്തകം പറഞ്ഞു. 2, അവൻ ഈ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി മരിച്ചു ഉയർത്തുന്നതിന്റെ കാര്യം പറയാൻ വേണ്ടി പോയി. 3-ാമത്തെ കാര്യം 40 ദിവസം കഴിഞ്ഞപ്പോൾ
അവൻ സ്വർഗാരോഹണം ചെയ്തു. ആ യാത്ര പെർമനന്റ് യാത്രയാണ്. ആ യാത്ര പെർമനന്റ് യാത്രയാണ്. ഇനി ഒന്നുകൂടെ കർത്താവ് വരും എന്നാണ് സഭയുടെ വിശ്വാസം. അല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്റെ മരണത്തെ ഓർക്കുന്നു, നിന്റെ പുനരുത്ഥാനത്തെ ഏറ്റു പറയുന്നു, രണ്ടാമത്തെ വരവിനാ ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഇത്ര സീരിയസ് ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത്തെ വരവിനായിട്ട് ഞങ്ങൾ നോക്കി, ഇത്ര ഉത്സാഹമുള്ള ആൾക്കാർ നിങ്ങൾ നോക്കി പാർക്കുന്നു. അങ്ങനെ വലിയ ഉത്സാഹം നിങ്ങൾ കൊണ്ടാണ്. കർത്താവ് രണ്ടാമത് വരും. 318 പ്രാവശ്യം പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ ക്രിസ്തു മടങ്ങി വരുമെന്ന് എഴുതുന്നുണ്ട്. കാരണം കർത്താവിന്റെ ഒന്നാം വരവ് ആത്മരക്ഷ മാത്രമേ സംഭാഷിച്ചുള്ളൂ. രണ്ടാം വരവ് ശരീരത്തിന് രക്ഷയ്ക്ക് വേണ്ടിയാണ്. അനേക വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. 318 പ്രാവശ്യം 27 പുസ്തകത്തിൽ. അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ കള്ളനെ കുറിച്ച് അല്ലേ? ആദ്യത്തെ കള്ളൻ എന്താ പറഞ്ഞത്? നീ രാജ്യത്വം പ്രാപിച്ചവർക്ക് തന്നെ ക്ഷമിക്കണം. നീ ക്രിസ്തു ആണെങ്കിൽ നിന്നെ രക്ഷിക്കുക. അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെട്ടാക്കണമെന്നുള്ളൂ. കുരിശിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഒരു പാപിയായിട്ട് തുടരുന്നതിനകത്ത് പുള്ളി പ്രശ്നമൊന്നും ഇല്ല. ക്രിമിനലായിട്ട് തുടരുന്നതിനകത്ത്, ഒരു റവല്യൂഷണറി ആയിട്ട് തുടരുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് പല ആൾക്കാർ ഇപ്പോൾ ഉള്ള അതേ പരിപാടിയിൽ തന്നെ തുടരുന്നതാണ് താല്പര്യം. ആര് പ്രസംഗിച്ചാലും നന്നാകത്തില്ല. ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകാനേ ഉദ്ദേശിച്ചുള്ളൂ. മനസ്സിലായി ഞാൻ പറഞ്ഞു? ആ കള്ളൻ നമ്മുടെ ഒരു പ്രകൃതിയാണ്. പിന്നെ കള്ളൻ നമ്മളോട് വേറെ ബന്ധം. ആ കള്ളനായിട്ട് ഈ കള്ളന് ഒരു ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് അല്ലേ? എന്നതിന് ആത്മീയം പറഞ്ഞു ഇല്ല. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? മകന്റെ പഠിത്തം ശരിയാകണം, മാക്കടലിൽ കല്യാണം നടക്കണം അല്ലേ? വീട് ഈ ആന്റി മാത്രം സ്വർഗത്തിൽ എത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ആന്റിയാണ്. ബാക്കി നിങ്ങൾ ഭൂരിപക്ഷം പേരും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങൾ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തി നമ്മൾ എന്ത് വിഷയം പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഈ ഭൗതികമായ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഇത് വിഷയങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഞാനും നിങ്ങളും ഒന്നാമത്തെ കള്ളന്റെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ രണ്ടാമത്തെ കള്ളനെ കുറിച്ച് ഇന്ന് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കള്ളൻ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ ഓർത്തൊന്ന് പറഞ്ഞ് എന്താക്കി നിങ്ങൾ എഴുതിയിട്ടായിരുന്നല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞ് ഞാൻ പ്രശ്നം നിർത്താൻ പോകും, ക്ലാസ് നടത്താൻ പോകും. അതൊന്നും അല്ല അമ്മച്ചി ആദ്യം പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം നടന്നു. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അതല്ലേ തുടങ്ങി. അപ്പൊ ഒന്നാമത് ആത്മരക്ഷയുടെ പടികൾ പറയാം. ആത്മരക്ഷയുടെ പടിയിൽ ഒന്നാമത് ദൈവത്തെ ഭയപ്പെടണം. ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. എന്താ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ? ഫിയർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? രണ്ട് മലയാള വാക്കുകൾ ഭയമായിട്ട് ബന്ധപ്പെട്ട് പറയും. ഒന്ന് അകാരണമായ ഭയം, ഫിയർ വിതൗട്ട് നോ റീസൺ. അകാരണമായ ഭയം എല്ലാവർക്കും ഉണ്ട്, സാധാരണ ഭയം. പിന്നെ ഫോബിയ അല്ലേ? അതാണ് ഈ അകാരണമായ ഭയം. ശ്രദ്ധിച്ചു കേട്ടോണേ. പേടി നല്ലതാണോ? പേടി നല്ലതാണ്. പേടി നല്ലതായതുകൊണ്ടാണ് ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോൾ നിങ്ങൾ GPS ഒക്കെ ഇട്ട് വന്നത്. അതിനാണ് കഴിഞ്ഞത്. ഞാൻ ബസ്സിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണ്. പോകുന്ന വഴിക്കൊക്കെ റോഡ് ഒത്തിരി ക്രോസ് ചെയ്ത് നടക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ 42nd സ്ട്രീറ്റിൽ നിന്ന് 34th സ്ട്രീറ്റിൽ നടക്കാനുണ്ട്. ഒത്തിരി റോഡ് ക്രോസ് ചെയ്യണം. അവിടെ എല്ലാം നിന്ന് ലൈറ്റ്, നടക്കാനുള്ള ലൈറ്റ് കണ്ടിട്ട് നടന്നു പോകും. എന്താ ഞാൻ കാര്യം? പേടി. ജീവനിൽ കൊതിയുള്ളതാണ്, പേടിയുണ്ട്. സോ ഫിയർ ഇൻ ഇറ്റ്സെൽഫ് ഈസ് ഗുഡ്, നല്ലത്. നമ്മൾ പറയല്ല അവന് പേടിയില്ല, അവൻ പേടിക്കാനാലേ ഇല്ല. ഒരിക്കൽ ഞാൻ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു കൾച്ചറൽ പ്രോഗ്രാം പള്ളി